പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയം വന്നാൽ മറ്റ് നേതാക്കളെ കെട്ടിപ്പിടിക്കൽ മാത്രമാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബി.ജെ.പി. സംസ്കാരത്തിന് ചേരാത്ത പ്രതികരണമാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്നും ഇനി എന്നാണ് അദ്ദേഹത്തിന് പക്വത വരികയെന്നും ബി.ജെ.പി. നേതാക്കൾ. രാഹുൽ ഗാന്ധി മാനസികമായി നിരാശനാണെന്നും ചികിത്സ നൽകണമെന്നും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. മോദിയുടെ രീതിയെ പരിഹസിക്കാനായി രാഹുൽ ഗാന്ധി വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവിനെ കെട്ടിപ്പിടിച്ച് കാണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ രാഹുൽ ഗാന്ധി വിമർശിച്ചത്. വിദേശ നയത്തെക്കുറിച്ച് മോദിക്ക് ധാരണയില്ല. വിദേശ നയമെന്നാൽ ലോക നേതാക്കളെ ആലിംഗനം ചെയ്യുന്നതാണെന്ന ആശയം നരേന്ദ്രമോദിക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്നും രാഹുൽ ചോദിച്ചു. ഇതിനു പിറകെ വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിതിനെ രാഹുൽ ആലിംഗനം ചെയ്തു കാണിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ പേര് സന്ദീപ് ദീക്ഷിത് ആ സമയം പരിഹാസരൂപേണ പറഞ്ഞു. വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ബി.ജെ.പി. നേതാക്കൾ പ്രതികരിച്ചത്. സംസ്കാരഹീനമായ പ്രതികരണം നടത്തിക്കൊണ്ട് രാജ്യത്തെ അപമാനിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിമർശിച്ചു. ഇനി എന്നാണ് രാഹുലിന് പക്വത വരികയെന്നും രാജ്യത്തിന് പക്വതയുള്ള രാഷ്ട്രീയ നേതാക്കളെയാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. प्राइम मिनिस्टर और अपोजिशन लीडर टीका टिप्पणी करने के लिए, क्रिटिसिज्म करने के लिए एक तो भाषा का सभ्यता रहता था, वो सभ्यता संपूर्ण उन्होंने भूल गया है क्योंकि वो सभ्यता ही नहीं है उनके पास. മുൻ പ്രധാനമന്ത്രിയും രാഹുലിന്റെ മുത്തശ്ശിയുമായ ഇന്ദിരാഗാന്ധി ഫിദൽ കാസ്ട്രോയെയും പലസ്തീൻ നേതാവ് യാസർ അറാഫത്തിനെയും ആലിംഗനം ചെയ്ത വീഡിയോകൾ പങ്കുവച്ച ബി.ജെ.പി. നേതാക്കൾ ഇതിന് വിശദീകരണം നൽകാനും രാഹുലിനോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. രാഹുലിനെയും അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും പോലെ കുടുംബവാഴ്ച കൊണ്ട് അധികാരത്തിലെത്തിയതല്ലെന്നും ഗിരിരാജ് സിംഗ് ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കൾ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി മാനസികമായി നിരാശനാണെന്നും ചികിത്സ നൽകാൻ സോണിയാഗാന്ധി മുൻകൈയെടുക്കണമെന്നും ഗിരിരാജ് സിംഗ് പരിഹസിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.